അള്ളാഹുവിന്റെ പ്രവാചകനാണ് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം. ആ യൂനുസ് നബി അലൈഹിസ്സലാം തന്റെ പ്രബോധനം കൊണ്ട് ഫലം കാണാതെ വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രവാചകന്മാരെയും ഓരോ സമുദായത്തിലേക്ക്, ഓരോ ജനതയിലേക്ക് അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിരിക്കുകയാ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം പടച്ചവനെ അതാ പ്രബോധനവുമായി ഒരു നാട്ടിലേക്ക് കടന്നു പോവുകയാണ്. ജനങ്ങളെ ഉപദേശിക്കുകയാണ്, ജനങ്ങളോട് അല്ലാഹുവിനെ കുറിച്ച് പറയുകയാണ്, സ്വർഗത്തെ കുറിച്ച് പറയുകയാണ്, നരകത്തെ കുറിച്ച് പറയുകയാണ്. ജനങ്ങളെ എത്ര ഉപദേശിച്ചിട്ടും അവര് നന്നാകുന്നില്ല. ജനങ്ങളെ എത്ര ഉപദേശിച്ചിട്ടും അവര് നന്നാകുന്നില്ല. അങ്ങനെ ജനങ്ങൾ നന്നാകാതെ വന്നപ്പോ എത്ര പറഞ്ഞിട്ടും ഇവര് നന്നാകുന്നില്ലല്ലോ. യൂനുസ് നബി അലൈഹിസ്സലാമിന് അവരോട് വല്ലാത്ത ദേഷ്യം തോന്നുകയാണ്. അവിടുന്ന് മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വിഷമം വന്നു. അവിടുന്ന് ജനങ്ങളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് നാട് വിട്ടുപോയ സംഭവം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരികയാണ്. ഒരു പ്രവാചകനെ അല്ലാഹു ഒരു സമുദായത്തിലേക്ക് നിയോഗിച്ചാൽ അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ എവിടെന്ന് പോകരുത്. അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ എവിടെന്ന് പോകരുത്. പക്ഷേ യൂനുസ് നബി അലൈഹിസ്സലാം പ്രഭാതം മുതൽ പ്രദോഷം വരെ തന്റെ സമുദായത്തിനോട് ഈ ലോകത്തിന്റെ അധിപനായ ഏകയിലാകായ പടച്ചറപ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തത് അവർ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരാതെ വഴിവിട്ടുകൊണ്ട് അധികാരികളെ പോലെ ജീവിക്കുന്നത് കണ്ടപ്പോ യൂനുസ് നബി അലൈഹിസ്സലാമിന് അവിടുന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവിടുന്ന് വല്ലാത്ത ദേഷ്യം വന്നു, അവിടുന്ന് വല്ലാത്ത കോപം വന്നു. അങ്ങനെ യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ ആ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന രംഗമതാ ഖുർആൻ അവിടുന്ന് പറയുകയാ. വദന്നൂനി ഇദ്ഹബ് മുഗാദിബൻ ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫി الظلمات لا إله إلا أنت سبحانك إني كنت من الظالمين. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുകയാണ്. നമുക്കൊക്കെ ദേഷ്യം വരുമ്പോ നമ്മൾ പിടിച്ചു നിർത്താറില്ല. ദേഷ്യമുണ്ടാകുന്ന സമയത്ത് പിന്നെ എന്തൊക്കെയാ ചെയ്യണത് എന്ന് നമുക്ക് തന്നെ അറിയാറില്ല. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നു. യൂനുസ് നബി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമുദായത്തിലേക്ക് നിയോഗിച്ചു, ഒരു ജനതയിലേക്ക് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. രാവിലെ മുതൽ വൈകുന്നേരം, രാവും പകലും മുഴുവനും അല്ലാഹയെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് ഒരുത്തരും കേൾക്കണില്ല. ഒരാളും അവിടെ അല്ലാഹുവിലേക്ക് കടന്നു വരാതെ വന്നപ്പോ യൂനുസ് നബിക്ക് വല്ലാത്ത ദേഷ്യം വന്നു, വല്ലാത്ത ദേഷ്യം വന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂനുസ് നബി അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ അവിടെ നിന്ന് പോയി ദേഷ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങിപ്പോയി. ചരിത്രം പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഓർക്ക്, അള്ളാഹു പറയുകയാണ്, നിങ്ങൾ ഓർക്ക്, അദ്ദേഹം ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോയി കളഞ്ഞ സന്ദർഭം. യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്റെ ജനതയുടെ മുന്നിൽ നിന്ന് പോയ സന്ദർഭം, അദ്ദേഹത്തെ ഞാൻ ഞെരുക്കമുണ്ടാക്കിയില്ലെന്ന് അവിടെ ഖുർആൻ ചോദിക്കുക. നമുക്ക് ചരിത്രം അറിയാം. യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് കപ്പലിലേക്ക് കയറി. യൂനുസ് നബി അവിടെ നിന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് വന്ന് കപ്പലിലേക്ക് കയറി. ജനങ്ങൾ മുഴുവനും കപ്പലിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു, കപ്പല് മുങ്ങാൻ പോകുകയാ, കപ്പല് നശിക്കാൻ പോകുകയാ. അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുത്തു, നമ്മുടെ കൂട്ടത്തിൽ ആരോ ഒരാളുണ്ട്, അദ്ദേഹത്തെ ഈ കപ്പലിൽ നിന്ന് എടുത്തെറിയാതെ നമ്മൾ രക്ഷപ്പെടൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവസാനം ഞെറുക്കിട്ടു ആരാണെന്ന്. അങ്ങനെ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പേരെടുത്തു. അങ്ങനെ കടലിലേക്ക് യൂനുസ് നബിയെ വലിച്ചെറിഞ്ഞു. ഒരു മീൻ വന്നിട്ട് യൂനുസ് നബി അലൈഹിസ്സലാമിനെ വിഴുങ്ങി. മീനിന്റെ വയറ്റിൽ 40ഓളം ദിവസം മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹു ഞെരുക്കി കളഞ്ഞു. അവിടുന്ന് ചരിത്രം പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂനുസ് നബി അലൈഹിസ്സലാം അതിന്റെ ആ മീനിന്റെ വയറ്റിന്റെ ഉള്ളിൽ കിടന്നു. അവിടുന്ന് ചരിത്രം പറയുന്നു, അള്ളാഹുവിന്റെ അനുവാദം കിട്ടാതെ ജനങ്ങളെ വിട്ടുകൊണ്ട് പോയതിന് ഒരു പ്രവാചകന് യോജിച്ചതല്ല. അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ പോകാൻ പാടില്ല. എന്നിട്ടും യൂനുസ് നബി അലൈഹിസ്സലാം അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷണത്തിന് വിധേയനാക്കി.
കപ്പലിൽ കയറി അദ്ദേഹത്തെ കടലിലേക്ക് ചാടേണ്ടി വന്നു. ഒരു മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങുകയും ഏതാനും ദിവസങ്ങളോളം അതിന്റെ ഉള്ളറയിൽ കിടന്ന് പ്രയാസപ്പെടേണ്ടി വന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ട് ദേഷ്യപ്പെട്ടതിന്റെ പേരിൽ യൂനുസ് നബി അലൈഹിസ്സലാം മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ ഒരു ദിക്ർ ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് പറഞ്ഞതുകൊണ്ടാണ് അള്ളാഹു രക്ഷപ്പെടുത്തിയത്. ആ ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം ഈ ഒരു ദിക്ർ പറഞ്ഞതുകൊണ്ടാണ് കരയിലേക്ക് കൊണ്ടുവന്നിട്ട് ആ മീൻ അവിടെ നിന്ന് ഇങ്ങനെ തുപ്പിയിട്ടിട്ട് പോയത്. ഇല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അതിനകത്ത് കടക്കേണ്ടി വരുമായിരുന്നു എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഈജിപ്തിൽ പോകുമ്പോൾ നമുക്ക് ആ സ്ഥലം കാണാം. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ഖബർ കാണാം. യൂനുസ് നബിയുടെ റൗള ഷരീഫ് കാണാം. അതുപോലെ യൂനുസ് നബി അലൈഹിസ്സലാമിനെ ആ മീൻ അവിടെ നിന്ന് കൊണ്ടുവന്ന് തുപ്പിയിട്ട് കൊടുത്ത സ്ഥലം ഇന്ന് ബീച്ചാത്. ഇന്ന് ആ സ്ഥലം ബീച്ചാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യൂനുസ് നബിയുടെ ഖബർ സിയാറത്ത് ചെയ്യണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മനോഹരമായ നല്ലൊരു മഖാം. അൽഹംദുലില്ലാഹ്. പ്രവാചകന്മാരുടെ ഖബറുകൾ നമുക്ക് പോയി കാണണം. ഒരുപാട് ഖബറുകൾ കിടക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളെ കൊണ്ടുപോയ അമീർ പറഞ്ഞു തന്നു, ഇവിടെയാണ് യൂനുസ്. നോക്കുമ്പോൾ അങ്ങോട്ട് നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഇവിടുത്തെ ബീച്ചുകളിൽ തന്നെ പോകാൻ പറ്റുന്നുണ്ടോ? ഇവിടുത്തെ ബീച്ചുകളിൽ തന്നെ പോകാൻ പറ്റുന്നില്ല. പിന്നെ അവിടുത്തെ കാര്യം പറയേണ്ടതില്ലല്ലോ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്താപ്പോൾ ഒന്ന് പോയാൽ കൊള്ളാൻ തോന്നുന്നുണ്ടില്ലേ? ഞാൻ പറഞ്ഞു വന്നത്, യൂനുസ് നബി അലൈഹിസ്സലാം ഒരു പ്രവാചകനാണ്. കോപിച്ചതിൻ്റെ പേരിൽ അള്ളാഹു ഞെരുക്കം കൊടുത്തു, പരീക്ഷണം കൊടുത്തു. കടലിൽ മീനിന്റെ വയറ്റിൽ 40 ദിവസം കിടന്ന രംഗമൊന്ന് ചിന്തിച്ചു നോക്കിക്കുക. എങ്ങനെ കിടന്നിട്ടുണ്ടാകും? അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കുക, ഇതൊക്കെയല്ലേ അത്ഭുതം. ഒരു മീനിന്റെ വയറ്റിനകത്ത് യൂനുസ് നബി അലൈഹിസ്സലാം ദിവസങ്ങളോളം കിടന്നില്ലേ? എന്നിട്ട് ജീവനോടെ തിരിച്ചു വന്നില്ലേ? പക്ഷെ നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല, ചിന്തിക്കാൻ കഴിയുന്നില്ല. നമ്മളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേണമെങ്കിൽ പറയും ഇതൊക്കെ കള്ളമെന്ന്, ഇതൊക്കെ വെറുതെയാണെന്ന് നമ്മൾ പറയുക. ഇതൊക്കെ സത്യമല്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് നമ്മൾ ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ടത്, നമ്മുടെ കോപത്തെ നമ്മളൊന്ന് ശമിപ്പിക്കണം. ചുമ്മാ ചാടിക്കേറി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴുണ്ടാകുന്ന നഷ്ടം മനസ്സിലാക്കാൻ യൂനുസ് നബിയുടെ ചരിത്രം നമുക്ക് ഉപകാരപ്പെടും. എന്റെ പ്രിയപ്പെട്ടവരെ, കോപം അത് ഒതുക്കലും അടക്കലും പ്രകടമായ വിധത്തിൽ അത് മറക്കലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലുമാണ് ഇതിന്റെ ലക്ഷ്യം. ആ കോപമുണ്ടാകുന്ന സമയത്ത് ക്ഷമിക്കുവാനും വിട്ടുവീഴ്ചകൾ ചെയ്യുവാനും അള്ളാഹുവിന് ഭയന്നുകൊണ്ട് താഴ്മയോടുകൂടി ജീവിക്കണമെന്നാണ് ഈ ചരിത്രം പഠിപ്പിക്കുന്നത്. കോപം അടക്കി വെക്കുന്നെന്ന് അള്ളാഹുവിന്റെ റസൂലവരെന്ന് പറയുകയാ. കോപം അടക്കി വെക്കുന്നവരെയാണ് അള്ളാഹു പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. الذين ينفقون في السراء والضراء والعالمين الغيظ والعافين عن الناس والله يحب المحسنين. അല്ലാഹു അവരെ പുകഴ്ത്തുകയാണ്, അല്ലാഹു വാഴ്ത്തുകയാണ്, അല്ലാഹു സ്വാഗതം പറയുകയാണ്, അല്ലാഹു അവരെ അനുമോദിക്കുകയാണ്. ആരെയാണ് അല്ലാഹു അനുമോദിക്കുന്നത്? الذين ينفقون في السراء والضراء والغالبين الغيظ والعافين عن الناس والله يحب المحسنين. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുഃഖത്തിലും സന്തോഷത്തിലും ദുഃഖമുണ്ടാകുമ്പോഴും വിഷമത്തിന്റെ അവസ്ഥയിലും പടച്ചവനെ അല്ലാഹു കൊടുത്തത് ക്ഷമിക്കുന്നവരുണ്ടല്ലോ, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ടല്ലോ. കോപമുണ്ടാകുന്ന സമയത്ത് അതിനെ ഒതുക്കി വെക്കുന്നവരുണ്ടല്ലോ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പടച്ചവനെ സ്വർഗ്ഗം ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയാണ് അവർ